2 മാസത്തെ വേനൽ അവധി കഴിഞ്ഞ് വീണ്ടും സ്കൂൾ സജീവമായി യുഎയിലെ സ്കൂളുകൾ 1200-ലധികം സ്കൂളുകളിലായി 10 ലക്ഷത്തിലധികം കുട്ടികളാണ് ഇന്ന് വീണ്ടും സ്കൂളുകളിലെത്തിയത്. രാജ്യമെങ്ങും പോലീസ് ഉൾപ്പെടെ വകുപ്പുകൾ വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. വെൽക്കം ബാക്ക് ടു സ്കൂൾ. അവധി കഴിഞ്ഞ് പ്രവാസി കുടുംബങ്ങളെല്ലാം തിരിച്ചെത്തിയിരിക്കുന്നു. യുഎയിലെ സ്കൂളുകൾ വീണ്ടും ഉണർന്നിരിക്കുന്നു കളിച്ചിരികളിലേക്ക്. രാജ്യമെമ്പാടും വലിയ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് വീണ്ടും സ്കൂളുകൾ തുറന്നിരിക്കുന്നത്. പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ളവർ എല്ലാവരും യാത്ര ചെയ്ത് തിരികെ സ്കൂളുകളിലേക്ക് എത്തി. ഇന്ന് രാവിലെ മുതൽ യുഎയിൽ റോഡുകളിലെങ്ങും സ്കൂൾ ബസ്സുകളുടെയും കുട്ടികളുടെയും ഒക്കെ തിരക്കിൻ്റെ കാഴ്ചകളായിരുന്നു. 2 മാസത്തെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയാണ് സ്കൂളുകൾ ഈ വീണ്ടും പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഈ അധ്യയന വർഷത്തിൻ്റെ പ്രത്യേകത കുട്ടികൾക്ക് കൂടുതൽ അവരുടെ കുടുംബവുമായും സമൂഹവുമായും അവരെ കണക്ട് ചെയ്യുന്ന തരത്തിൽ കൂടുതൽ അവധി ദിനങ്ങൾ നൽകിക്കൊണ്ടും കൂടുതൽ ടേം ബ്രേക്കുകൾ നൽകിക്കൊണ്ടും അവരുടെ സന്തോഷങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുമുള്ളതാണ് ഈ ഒരു അധ്യയന വർഷം എന്നുള്ളതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പുതുതായി സിലബസിൽ ഉൾപ്പെടുത്തിയ ഒരു അധ്യയന വർഷം കൂടിയാണ് ഇത്തവണ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളോട് കൂടിയാണ് യുഎയിലെ ഈ വർഷത്തെ അക്കാഡമിക് കലണ്ടർ ഈ അധ്യയന വർഷം തുടങ്ങിയിരിക്കുന്നത്. ഇന്നിപ്പോൾ KG കിൻഡർഗാർട്ടൻ കുട്ടികൾക്കൊക്കെ അവരുടെ ഒരു വാമപ്പ് സെഷനും മറ്റുമൊക്കെ നടക്കുകയാണ്. അങ്ങനെ നാട്ടിലേതുപോലെ വളരെ സന്തോഷകരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കുട്ടികൾ വീണ്ടും തിരികെ എത്തിയിരിക്കുന്നു. കാരണം അവരുടെ കൂട്ടുകാരെ വീണ്ടും കാണാനുള്ള സമയമാണ്, അവരുടെ അധ്യാപകരെ വീണ്ടും കാണാനുള്ള സമയമാണ്, വീണ്ടും അവർക്ക് വീണ്ടും കണക്ട് ചെയ്യാനുള്ള സമയമാണ്. Missed our friends. It was for 2 months we haven't seen them. So finally meeting them up, it's nice to meet them after a long time. So it's a special day for us. These 2 months was a well-needed break, but then still I miss my friends, I miss the entire school learning environment. So I'm really excited to be here, to be honest. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കൂളിലെ ഏറ്റവും പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നത് ഫുള്ളി ഇൻക്ലൂസീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക, കുട്ടികളുടെ സ്ട്രെസ് ഇല്ലാത്ത ഒരു എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, അത് ടീച്ചേഴ്സിനും. ഇന്ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ആക്സിഡൻറ്റ് ഫ്രീ ഡേ ആണ്. സ്കൂൾ തുറക്കുന്ന ദിവസം ആക്സിഡൻറ്റ് ഫ്രീ ഡേ ആണ്. രാജ്യത്ത് അപകടങ്ങളൊന്നും ഇല്ലാതെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ 4 ബ്ലാക്ക് പോയിന്റ് വഴി ലൈസൻസിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുന്ന തരത്തിൽ അത്ര വലിയ സമീപനം ഈ രാജ്യം എടുത്തിട്ടുള്ള ദിവസം കൂടിയാണ്. അതുമാത്രവുമല്ല മറ്റു ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇന്ന് സർക്കാർ ജീവനക്കാർക്ക് സ്കൂളുകളിൽ കുട്ടികളെ കൊണ്ടുവന്ന് വിടാൻ പ്രത്യേക ഇളവ് നൽകിയിട്ടുണ്ട്. 3 മണിക്കൂർ വരെ ഓഫീസിൽ നിന്ന് അവധിയെടുക്കാം. അത്തരത്തിലുള്ള ഇളവുകൾ നൽകിയിട്ടുണ്ട്. അത്ര പ്രാധാന്യത്തോടെയാണ് ഈ പുതിയ അധ്യയന വർഷത്തെ UAE നോക്കിക്കാണുന്നത്. ഇന്നിപ്പോൾ മുഴുവൻ സ്കൂളുകളിലെയും കാഴ്ച അതുതന്നെയാണ്. എല്ലായിടത്തും തിരക്ക് നിറഞ്ഞ് വിദ്യാർത്ഥികളുടെ കളിച്ചിരികൾ നിറഞ്ഞ് സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. ഏതായാലും നാട്ടിൽ അവധി മാറ്റം, സമയമാറ്റം ഒക്കെ വലിയ ചർച്ചകൾ നടക്കുമ്പോൾ UAEയിലും ഈ സ്കൂളുകളിൽ വലിയ മാറ്റങ്ങളോട് കൂടിയ പുതിയ അധ്യയന വർഷമാണ് തുടങ്ങുന്നത്. സ്കൂൾ സമയമാറ്റം ഉണ്ടാവുകയില്ല എന്നുള്ളത് വിദ്യാഭ്യാസ മന്ത്രാലയം നേരത്തെ തന്നെ വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞു. അവധി എന്ന് പറയുമ്പോൾ ഇവിടെ വേനൽ അവധിയാണ്. വേനൽക്കാലം കഴിഞ്ഞാണ്, ഏറ്റവും കൊടിയ വേനൽക്കാലം കഴിഞ്ഞാണ് സ്കൂളുകൾ നല്ല സീസൺ എത്തുമ്പോൾ തുറക്കുന്നത്. ഇനിയിപ്പോൾ വിൻ്റർ ബ്രേക്ക്, സ്പ്രിംഗ് ബ്രേക്ക്, ടേം ബ്രേക്കുകൾ അങ്ങനെ ഏതാണ്ട് 43% അവധികൾ കൂടി നൽകി അങ്ങനെ ഒരു സന്തോഷകരമായ അക്കാഡമിക് കലണ്ടറാണ് തുടങ്ങാൻ പോകുന്നത്. ക്യാമറാമാൻ കൃഷ്ണപ്രസാദിനൊപ്പം സഹൽ സി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ദുബായ്.